ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് വീട്ടിൽ എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹൽവയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഹൽവ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കോൺഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. ഒരു ഗ്ലാസ് കോൺഫ്ലവർ ആട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ അതിലേക്ക് അതേ ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നോർമൽ വാട്ടറാണ്. അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയില്ലാണ്ട് വേണം നമ്മളിത് മിക്സ് ആക്കി എടുക്കാൻ. അപ്പം നമ്മളിത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയാണ് മെൽറ്റാക്കി എടുക്കുന്നത്. അപ്പം അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതേ ഗ്ലാസ്സിന് 1 ഗ്ലാസ് പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ മധുരം ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതൊരു നോർമൽ മധുരമായിരുന്നു, ഇത്ര മതി ഇവിടെ, അതുകൊണ്ടാണ് 1 ഗ്ലാസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. അത് മെൽറ്റായി വരുമ്പോഴേക്കും നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ ഹൽവ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് അതേ പാത്രത്തിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് തടവി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് തടവി കൊടുത്താൽ മതി. ഇനി അതിനടിയിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹൽവയൊക്കെ സെറ്റായതിനു ശേഷം തിരിച്ചിടുമ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതില്ല എന്ന് വെച്ചിട്ട് ആരും ചെയ്യാണ്ടിരിക്കണ്ട കേട്ടോ. അപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീരാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഈ ഹൽവയ്ക്ക്. അപ്പം അതെന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യണേ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കുള്ളേ. അപ്പോൾ കൈ എടുക്കാണ്ട് ഇനി ഇളക്കി കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഒരു 5 മിനിറ്റിന് ശേഷം പെട്ടെന്ന് തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട്. ഇത് ചെയ്യാൻ ഒരുപാട് ടൈമൊന്നും വേണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് 1 ഏലക്കായും കുറച്ച് പഞ്ചസാരയും പൊടിച്ചതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ്. അതുകൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫുഡ് കളർ യൂസ് ചെയ്യുന്നവർക്ക് ഫുഡ് കളർ യൂസ് ചെയ്യാം. അപ്പം മഞ്ഞൾപ്പൊടി കൂടുതൽ ഒഴിച്ചു കൊടുക്കരുതേ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ നെയ്യ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ യൂസ് ചെയ്യരുതേ. നെയ്യായിരിക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പം കണ്ടില്ലേ, നെയ്യ് ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ പാനിൽ നിന്നും പെട്ടെന്ന് വിട്ടു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതലായിട്ടൊന്നും നെയ്യ് ചേർത്ത് കൊടുക്കണ്ട, 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. റോസ്റ്റ് ചെയ്യാണ്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കൈ എടുക്കാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഈ ഹൽവ ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ ഹൽവയുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിമൊക്കെ ഓഫ് ആക്കിയിട്ട് ചൂടോട് കൂടി തന്നെ നമ്മൾ നേരത്തെ നെയ്യൊക്കെ തടവി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂണിൽ കുറച്ച് നെയ്യാക്കിയതിന് ശേഷം അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ലെവലായി കിട്ടും. ഇനി ഇത് 2 മണിക്കൂർ മാറ്റി വെച്ചിട്ട് തണുത്തതിന് ശേഷമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്നും വിട്ടു വരുന്നുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, അടിപൊളി ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കട്ട് ചെയ്യാനൊക്കെ വളരെ ഈസി ആട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഹൽവ കഴിക്കാൻ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെയാണ് ഈ ഹൽവ കഴിക്കുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക് യു.